ക്ലാസ് മുറിയിൽ വെച്ച് പാമ്പുകടിയേറ്റ് 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ക്രിസ്മസ് ആഘോഷത്തിനിടെ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ചെങ്കൽ UP സ്കൂളിൽ വെച്ചാണ് കുട്ടിക്ക് പാമ്പുകടിയേറ്റത്. ഉടനെ തന്നെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. പിന്നീട് അടുത്ത ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ സ്കൂൾ വളപ്പൊക്കെ കാട് പിടിച്ചു കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രതികരണങ്ങൾ ആദ്യം. കാട് പറിച്ചിടില്ല, പൈസ ചിലവാക്കി കാട് പറിച്ചില്ല, വല്ലപ്പോഴും തൊഴിലുറപ്പുകാരിൽ വിട്ട് പറപ്പിക്കും. അത് മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം. ഇതാ കിടക്കുന്ന വസ്തു അവർക്കുള്ളതാണ്, ഇതെല്ലാം അവർക്കുള്ളതാണ്. കാട് മൂടി കിടപ്പുണ്ട്. കൊച്ചു പിള്ളേരൊക്കെ ഉള്ള ഈ ഊരിനകാറും ഇല്ലേ അങ്ങകത്ത്, തന്നെ കുഴപ്പമൊന്നുമില്ല. മുമ്പ് ഇങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. വിചാരിച്ച സംഭവം എങ്ങനെ കാര്യമെന്ന് അറിയാൻ പാടില്ല, നമ്മൾ കണ്ടില്ല. എങ്കിലും പറഞ്ഞുകൊണ്ട് ഊരണ കടിച്ചെന്നുണ്ടെങ്കിൽ കാട് കയറി കിടക്കുന്നുണ്ട്. കാട്ടിനിടയിൽ ഊരണ കയറും, അല്ലെങ്കിൽ കയറില്ലല്ലോ. ഇതിലോട്ട് ഞാൻ പോകാറില്ല. കഴിഞ്ഞ കൊല്ലം തൊഴിലുറപ്പുകാരൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു. മാനേജ്മെൻ്റ് അല്ലേ, അവർ പിന്നെ ഒന്നും ചെയ്യാറില്ല. പിള്ളേരും കുറവ്, അവർക്ക് ഡൊണേഷൻ എന്ന് പറയുന്നത് കിട്ടുന്നത് എല്ലാം നിയമനം നടക്കുമ്പോഴാണല്ലോ. അപ്പം പിള്ളേരുണ്ടെങ്കിൽ നിയമനം ഉണ്ടാവും, പിന്നെ അവർക്ക് എന്താ കിഴങ്ങ കിട്ടുന്നത്. ഗോകുൽനാഥ് ചെങ്കലിൽ നിന്ന് നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. ഗോകുലെ, ഇപ്പോൾ നാട്ടുകാർ തന്നെ പറഞ്ഞു അല്ലേ, കാട് പിടിച്ച് കിടക്കുന്നു, അല്ലാതെ ഈ പാമ്പ് കയറില്ലല്ലോ, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നിനി പ്രതീക്ഷിക്കുന്നത് ഇന്ന് ആ സ്കൂളിൻ്റെ പരിസരമൊക്കെ വളരെ വേഗത്തിൽ ഇനി വൃത്തിയാകും. കുറച്ച് നാൾ അങ്ങനെയൊക്കെ പോകും, വീണ്ടും പഴയപടി ആകാനാണ് സാധ്യത. ഇതിൽ ആ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? സ്കൂളിൽ ഇന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ആ നാട്ടുകാരും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ദിവിഷ, ആദ്യമേ പറയാം, കുട്ടിക്ക് സാരമായിട്ടുള്ള ഗുരുതര പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജനറൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. ഇന്നലെ 12 മണിയോടുകൂടിയാണ് ഈ 7ാം ക്ലാസ്സുകാരിക്ക് പാമ്പ് കടി ഏൽക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഈ സ്കൂളിലേക്ക് കയറി പോകുന്ന വഴിയൊക്കെ തന്നെ കാട് മൂടിയ അവസ്ഥയിലാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി തന്നെ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്, ഇത്തരത്തിൽ കാട് മൂടിയ അവസ്ഥയുണ്ടെങ്കിൽ അത് വൃത്തിയാക്കണമെന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോഴും ഈ പ്രദേശത്തേക്കൊക്കെ മുമ്പ് കുട്ടികൾ നിൽക്കുന്ന പ്രദേശവും ഒപ്പം ഈ സ്കൂളിലേക്ക് കയറി പോകുന്ന വഴിയും ഒക്കെ വലിയ രീതിയിൽ തന്നെ കാട് മൂടിയ അവസ്ഥയാണ്. ഇതിന് മുകളിലേക്കുള്ള ഭാഗമൊക്കെ വലിയ രീതിയിൽ കാട് മൂടി കിടക്കുക എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇന്ന് സ്കൂൾ അവധിയാണ്, അതുകൊണ്ട് തന്നെ ഗേറ്റ് തുറന്നിട്ടില്ല. എന്തായാലും ഈ പ്രദേശവാസികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇവിടെ കാട് മൂടി കിടക്കുകയാണ് മുകളിലേക്കെല്ലാം തന്നെ. പിന്നെ ആരും ഒന്നും ചെയ്യുന്നില്ല. ഗവൺമെൻറ് സ്കൂളാണ്, ഇത് ഗവൺമെൻറ് UPS ആണ്. ശമ്പളം കിട്ടുന്നതുകൊണ്ട് വാങ്ങിക്കുന്നു, പോകുന്നു. കുട്ടികളെ കളൊന്നും നോക്കുന്നില്ല. ഈ PT ഇടപെടാറുണ്ടോ? ഇങ്ങനെ PTA കമ്മിറ്റിയൊക്കെ ഉണ്ടോ ഇവിടെ? അതുകൊണ്ട് അറിയില്ല. ഡിവിഷൻ ഇതുപോലെ തന്നെ തിരക്കിയിരുന്നു. മാനേജ്മെന്റുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. മാനേജ്മെന്റ് പറയുന്നത് എല്ലാ കാലവും ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കാടൊക്കെ വെട്ടിത്തെളിക്കുന്നതാണ്. പക്ഷേ പിന്നീട് വളർന്നു വന്നതാണ് ഇതൊക്കെ. എന്തായാലും അത് മുൻപോട്ട് പോകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കുട്ടിക്ക് സാരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അറിയുന്നത്. കുട്ടിക്ക് കുഴപ്പമില്ല. ഉച്ചയോടുകൂടി കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. എന്തായാലും ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പ്രദേശത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്, ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതകളുമുണ്ട്. അതൊക്കെ തന്നെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കപ്പെടേണ്ട സാഹചര്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാടും പടലവും ഒക്കെ ഉള്ള സ്കൂളുകളും കാര്യങ്ങളുമൊക്കെ മാനേജ്മെന്റ് ആണെങ്കിലും മറ്റ് സ്കൂളുകളാണെങ്കിലും ഗവൺമെൻറ് സ്കൂളുകളാണെങ്കിലും കൃത്യമായി ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ പോയാൽ മാത്രമേ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ എത്രത്തോളം സുരക്ഷിതരാണ് നമ്മളെന്നുള്ള കാര്യത്തിൽ കൂടുതൽ കൃത്യത വരുത്തേണ്ടതുമുണ്ട്. ദിവിഷ്. ശരി, ഗോകുലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി നമുക്ക് ഭയപ്പെടുന്ന കാര്യങ്ങളൊന്നുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം. അത് ഉച്ചയോടുകൂടി തന്നെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യും. ഇനിയിപ്പോൾ ഈ കടിച്ച പാമ്പ് ഏതാണെന്ന് പ്രകാശം വേലിക്കുട്ടി ചോദിക്കുന്നുണ്ട്. എനിക്കും കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോൾ ഊരണ എന്ന് പറഞ്ഞാൽ ഇഴജന്തു എന്നാണ്. ഇപ്പോൾ ഒരു നാട്ടുഭാഷയിൽ അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ്. കാട് പിടിച്ച് കിടക്കുന്നു, പാമ്പ് കയറി എന്ന് തന്നെയാണ്. ഇനി സ്കൂളിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കാനുള്ള നടപടികൾ ഉണ്ടാകട്ടെ. അപ്പോൾ വലിയ വിഷമുള്ള പാമ്പല്ലാത്തത് കൊണ്ടാണ് രക്ഷപ്പെട്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.